ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് തിരുവനന്തപുരം മെട്രോയ്ക്ക് ഭരണാനുമതിയായത്. സംസ്ഥാന സർക്കാരിന് അനുമതിയാണ് വന്നിട്ടുള്ളത്, അലൈൻമെൻറ്റിൽ അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നിർമ്മാണത്തിന് ചുമതലയുള്ള കൊച്ചി മെട്രോ DPR സമർപ്പിക്കണം, പിന്നെ കേന്ദ്രത്തിന് അനുമതി ലഭിക്കണമെന്ന് കുറച്ച് കാലം കൂടിയുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യം ചെയ്തു തീർത്തത് ഇപ്പോഴാണ്. കഴിഞ്ഞ ഒരുപാട് കാലമായിട്ടുള്ള തിരുവനന്തപുരം നിവാസികളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ് തിരുവനന്തപുരം മെട്രോ. 2014 ആ സമയത്താണ് കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടം പൂർത്തിയായത്. ആ സമയം തൊട്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ശക്തമായ രീതിയിൽ ഇതിനെക്കുറിച്ച് ചർച്ചകൾ വന്നു തുടങ്ങിയതുമാണ്. പക്ഷേ ഒരുപാട് നീണ്ടു, ഏകദേശം 10 വർഷത്തോളം താമസിച്ചാണ് ഇപ്പോൾ തീരുമാനമായതെന്ന് തിരുവനന്തപുരത്തെ നിവാസികൾ പറയുന്നുണ്ട്. എന്തായാലും അവസാനം മെട്രോയുടെ കാര്യത്തിൽ തീരുമാനമായി, മെട്രോ എത്തി. അത് തിരുവനന്തപുരം നിവാസികൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ മെട്രോയ്ക്ക് അനുമതി നൽകിയ ഈ സമയത്തെക്കുറിച്ച് ചില ചർച്ചകളുണ്ട്. ഈ സമയത്തിന് അതിൻ്റെ പ്രത്യേകതയുണ്ട്. ഇന്ന് തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, മെട്രോയുടെ അലൈൻമെൻറ്റിനും പ്രത്യേകതകളുണ്ട്. മുൻപ് ഒരുപാട് ചർച്ച ചെയ്ത് കേട്ടെന്ന് വെച്ചാൽ ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4, അതായത് പള്ളിപ്പുറത്ത് നിന്ന് ആരംഭിച്ച് പിന്നെ നെയ്യാറ്റിൻകര അവസാനിക്കുന്ന രീതിയിലായിരുന്നു നേരത്തെ വിഭാവനം ചെയ്തത്. പക്ഷേ ഇപ്പോൾ പുതിയ അലൈൻമെൻറ്റ് പ്രകാരം 1ാം ഘട്ടത്തിൽ മെട്രോ പള്ളിപ്പുറം വരെ പോകുന്നില്ല. പകരം മെട്രോ ആരംഭിക്കുന്നത് പാപ്പനംകോട് നിന്നാണ്. പാപ്പനംകോട് നിന്ന് പിന്നെ നഗരത്തെ മൊത്തം ചുറ്റി കഴക്കൂട്ടത്തെത്തി, കഴക്കൂട്ടുനിന്ന് പിന്നെ നേരെ വെൺപാലോട്ടം വഴി ഈഞ്ചക്കൽ എയർപോർട്ട് വഴി ഈഞ്ചക്കൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപത്തെ അലൈൻമെൻ്റ് അല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴത്തെ അലൈൻമെൻറ്റ് കാര്യമായ പ്രശ്നമില്ല. ബാക്കിയുള്ള ഘട്ടങ്ങൾ കൂടി വരുമ്പോഴത്തേക്കും മികച്ച രീതിയിൽ എറണാകുളത്തെ മെട്രോയേക്കാൾ, കൊച്ചി മെട്രോയേക്കാൾ മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. മികച്ച അലൈൻമെൻറ്റ് തന്നെയാണ്, അലൈൻമെൻറ്റിനെ കുറിച്ചും പറയുന്നില്ല. പക്ഷേ ഈ സമയം, ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയം, അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. മെട്രോയ്ക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന BJPക്ക് ഒരു 1ാം തരം രാഷ്ട്രീയമായ ചെക്ക്മേറ്റാണ് സംസ്ഥാന സർക്കാർ വെച്ചിട്ടുള്ളത്. കാര്യം, മെട്രോ ആരംഭിക്കുന്നത് പാപ്പനംകോട് നിന്നാണ്. പാപ്പനംകോട് എന്ന് പറയുമ്പോഴത്തേക്ക് നിയമസഭാ മണ്ഡലമാണ്. BJP ലക്ഷ്യം വെക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് അവർ തന്നെ കരുതുന്ന മണ്ഡലം. അവിടെ നിന്ന് തുടങ്ങി പിന്നെ കഴക്കൂട്ടത്താണ് അവസാനിക്കുന്നത്. കഴക്കൂട്ടവും അതുപോലെ തന്നെ BJP ലക്ഷ്യം വെക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. ഇനിയാണ് അടുത്ത ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി കേന്ദ്രത്തിൻ്റെ അനുമതിയാണ് വേണ്ടത്. എന്തെങ്കിലും ഒരു കാരണപ്രകാരം അടുത്ത നിയമസഭാ ഇലക്ഷന് മുൻപ് കേന്ദ്രം ഇതിന് അനുമതി നിഷേധിക്കുകയാണെങ്കിൽ, കേരളയിൽ അനുമതി നിഷേധിച്ച പോലെ ഇതിന് അനുമതി നിഷേധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ മെട്രോ മുടക്കിയത് BJP ആണെന്ന് CPIM-ന് ധൈര്യപൂർവ്വം പറയാം. അത് പറഞ്ഞാൽ വിശ്വസിക്കേണ്ടി വരും. സത്യവുമാണ്. കാരണം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യമെല്ലാം ചെയ്തു, കേന്ദ്രം ചെയ്തില്ല. കേന്ദ്രമാണ് മുടക്കിയതെന്ന്. ഇനി സപ്പോസ് കേന്ദ്രം അനുമതി നൽകിയാലോ, സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ തന്നെ മെട്രോ കൊണ്ടുവരുന്നു എന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ BJP ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ശക്തമായ ഒരു വികസന പദ്ധതി സംസ്ഥാന സർക്കാരാണ് കൊണ്ടുവന്നത്. പിന്നെ എന്തിനു വേണ്ടിയാണ് BJPക്ക് വോട്ട് ചെയ്യേണ്ടതെന്ന് ഒരു സാധാരണ CPM പ്രവർത്തകൻ ചോദിച്ചാൽ മറുപടി ഒരു സാധാരണ BJP പ്രവർത്തകന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അത്ര സൂക്ഷ്മമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. BJPക്ക് നല്ല 1ാം തരം ചെക്ക്മേറ്റാണ്. മുടക്കിയാലും പ്രശ്നം, മുടക്കിയില്ലെങ്കിലും പ്രശ്നമാണ്. മുടക്കിക്കഴിഞ്ഞാൽ വൻ പ്രശ്നമായിരിക്കും. ജില്ല ഒട്ടാകെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ഒട്ടാകെ BJPയുടെ ശക്തി കേന്ദ്രമായ പല ഇടങ്ങളിലും BJPക്ക് പുറമോട്ടിറങ്ങേണ്ടി വരും. അത്ര ഗുരുതരമായ നല്ല 1ാം തരം ഒരു രാഷ്ട്രീയ തന്ത്രമാണ് മെട്രോയുടെ രൂപത്തിൽ CPM പയറ്റിയിട്ടുള്ളത്. അതിൽ 1ാം തരം തന്ത്രമാണ്. ആ തന്ത്രത്തിൽ BJP വീഴുമോ? ഓൾറെഡി വീണ് കഴിഞ്ഞു എന്നാണ് അനുമാനിക്കാൻ. കാരണം അതിനെക്കുറിച്ച് കോൺഗ്രസ് ആണെങ്കിൽ ഒരുപാട് പ്രതികരണം നടത്തി തിരുവനന്തപുരം മെട്രോയെക്കുറിച്ച്. പക്ഷേ BJPയുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ വ്യക്തമായ കാര്യം, BJP നല്ല 1ാം തരമായിട്ട് ഡിഫെൻസീവിലായിട്ടുണ്ട്. CPM-ന്റെ തന്ത്രം ആദ്യഘട്ടത്തിൽ വിജയകരമായി തന്നെ എടുത്തന്നെ പറയാം. എന്തൊക്കെയാലും തിരുവനന്തപുരം മെട്രോ തിരുവനന്തപുരം നിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ്. അതെന്തായാലും അനുവദിച്ച് കിട്ടിയേ തീരും. അത് BJP മുടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അനുമതി കിട്ടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് BJPയുടെ തന്നെ കുഴികുത്തലായിരിക്കും. തിരുവനന്തപുരത്തെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.